നമ്മളാരും പൂർണ്ണരല്ല. ആത്മപൂർണനായ പൗലോസിനെ താൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ അനുഗമിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ വാക്യങ്ങൾ മനസ്സിലാക്കുന്നത്. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചതാണ്. എങ്കിലും പെട്ടെന്ന് അതൊന്ന് വായിച്ച് നിങ്ങളെ ഒന്ന് റിഫ്രഷ് ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. മിക്കവരെയും താൻ കണ്ടിട്ടില്ലെങ്കിലും അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ഒരഭിഷക്തൻ. ഹി ഈസ് സോ താങ്ക്ഫുൾ ഫോർ ദ ബിലീവേഴ്സ് ദെയർ. വളരെ കുറച്ച് ആളുകളെ മാത്രമേ താൻ കണ്ടിട്ടുള്ളൂ, എങ്കിലും അവരെ ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമ്മൾക്ക് പൗലോസിൻ്റെ ആ താങ്ക്ഫുൾ ഹാർട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ചിന്തിച്ചതാണ്, അവിടെ വിശ്വാസമെന്ന് പറയുന്നത് അത്ര സാക്ഷ്യം പുലർത്തിയവരാണ്. യേശുക്രിസ്തുവിൽ അർപ്പിച്ച വിശ്വാസം നിമിത്തം അവർ ദൈവമക്കളായി തീർന്നു. ആ വിശ്വാസം മാത്രമല്ല, തുടർന്ന് ദൈവമക്കൾ എന്ന നിലയിൽ ദ സ്റ്റാൻഡേർഡ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് അവരിലുണ്ടായിരുന്നു. നല്ല സാക്ഷ്യം വഹിച്ചവരാണ്. അത് ലോകത്തിൽ എല്ലായിടത്തുമെന്ന് പറഞ്ഞാൽ അന്ന് അറിയപ്പെട്ട ക്രിസ്തീയ ലോകത്തിൽ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ, വിശുദ്ധന്മാരുടെ ഇടയിൽ അവരുടെ വിശ്വാസം അറിയപ്പെട്ടിരുന്നു. 9-ാം വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അവിടെ നമ്മൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് 10-ന്റെ ആരംഭം കൂടെ എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. പോൾ വാസ് എ മാൻ ഓഫ് പ്രേയർ. മധ്യസ്ഥ വഹിക്കുന്ന ഒരാളാണ്. അവരെ എല്ലാവരെയും തനിക്ക് വ്യക്തിപരമായി പരിചയമില്ലെങ്കിലും അവരെ ഓർത്ത് നിരന്തരമായി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്നതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെ അടുക്കൽ താൻ പോകാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി താൻ കാത്തിരിക്കുകയാണ്. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന്. അവിടെ പൗലോസിനെ കുറിച്ച് മറ്റൊരു കാര്യം, ദൈവഹിതത്തിനും ദൈവ ഇഷ്ടത്തിനും വിധേയപ്പെടുന്ന ഒരാളായിരുന്നു പോൾ. അല്ലാതെ തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ എപ്പോൾ വേണേൽ പോകാം, എപ്പോൾ വേണേൽ വരാം എന്ന ഒരു ശാഠ്യക്കാരനല്ലായിരുന്നു പൗലോസ്. ദൈവത്തിൻ്റെ ഹിതത്തിൽ യാത്രകൾ പോലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട് പ്രാർത്ഥിച്ച ഒരാളാണ് അപ്പോസ്തലനായ പൗലോസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ യാത്രകൾ എങ്ങനെയാണ്, നമ്മുടെ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നത് നമ്മൾ ചിന്തിക്കുകയും എവിടെയെങ്കിലും തിരുത്തൽ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ ഈ വേദഭാഗങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമ്മൾ തിരുത്തൽ കൊണ്ടുവരേണ്ടതുമാണ്. അതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എപ്പോഴും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം തനിക്കുണ്ടായിരുന്നു. മറ്റ് ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, മറ്റ് സഭകളെക്കുറിച്ചും അദ്ദേഹം ഇതുപോലെ പറയുന്നുണ്ട്. താൻ തന്നെ പ്ലാന്റ് ചെയ്ത ചർച്ചസ് ഉണ്ട്, അല്ലാതെയും അറിയാത്തവരെ ഓർത്തും താൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവരും ദൈവമക്കളെന്ന നിലയിൽ തൻ്റെ സഹോദരന്മാരാണ്. അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ഹൃദയം പോളിന് ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് താൻ 10-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം ഒരു കാര്യം പറയുന്നുണ്ട്. കാരണം ഇങ്ങനൊരു സ്വഭാവം നമുക്ക് വിശ്വസിക്കാൻ പാടാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് അറിയാമെന്നവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ച് തികയുന്നില്ല സമയം. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ചില പാടാണ് അതൊക്കെ വിശ്വസിക്കാൻ. അതുകൊണ്ട് പൗലോസ് ചെയ്യുന്നത്, എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന്
അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. ഐ ആം ഓഫ്റ്റൻ പ്രേയിങ് ഫോർ യു. ആർക്കും ഒരു സംശയം വേണ്ട, അത് സത്യമായ കാര്യമാണെന്ന് തറപ്പിച്ച് ഉറപ്പിച്ച് താൻ അവരെ ബോധ്യപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതാണ് 10ാമത്തെ വാക്യത്തിൻ്റെ ഒരു വിഷയം. അപ്പോൾ 9, 10 വാക്യങ്ങൾ ചേർക്കുമ്പോൾ രണ്ടാമത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്, അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. വേറെ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അറിയാമെന്ന് നിങ്ങൾക്കറിയാമോ? പോൾ ഒരു സാധാരണക്കാരനല്ല എല്ലാ നിലയിലും. റോമ പൗരൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ ഉന്നതനായ ഒരു വ്യക്തിയാണ്. ഫിലോസഫിക്കലായിട്ടൊക്കെയുള്ള ഒത്തിരി അറിവുള്ള ഒരു മനുഷ്യനാണ്. ന്യായപ്രമാണം സംബന്ധിച്ചും വളരെയധികം അറിവുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഏതെല്ലാം കാര്യങ്ങൾ എവിടെയെല്ലാം ചെന്ന് പ്രസംഗിക്കാൻ അറിയാം, ആളുകളെ ഭ്രമിപ്പിക്കാനൊക്കെ ഉള്ള കഴിവുള്ള മനുഷ്യനാണെങ്കിലും അദ്ദേഹം പറയുന്നത് മുഴുവൻ അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണം. പോളിൻ്റെ സർവീസ് മുഴുവനും ഇറ്റ് വാസ് ടു പ്രീച്ച് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പം ഇതെന്താണ് നമുക്ക് തരുന്ന ദൂത്? ദൈവസഭയിൽ സുവിശേഷം യേശുക്രിസ്തുവിനെയാണ് ഉയർത്തേണ്ടത്, അല്ലാതെ നമുക്ക് സോഷ്യൽ പ്രോഗ്രാംസോ ഏതോ പരിപാടികളോ ഒന്നുമല്ല. വളരെ വേദനയോടെ ഞാൻ നിങ്ങളോട് പറയാം, ദൈവസഭകളിൽ കൃത്യമായ ക്രമീകൃതമായ ദൈവവചന പഠനം ഇല്ലാത്തതുകൊണ്ടും അതിൻ്റെ ഗൗരവം മനുഷ്യർക്ക് മനസ്സിലാകാത്തതും കൊണ്ടാണ് പരിശുദ്ധാത്മാ നിറവിൻ ജീവിതം വിട്ട് പലരും ഇടറിപ്പോയി വിശ്വാസം ത്യജിച്ച് വന്ന ഇടങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നത്. വളരെ സങ്കടകരമായ കാര്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? Their faith was not grounded in God's word. Why is that? പഠിപ്പിക്കേണ്ടവർ കൃത്യമായി പഠിപ്പിച്ചില്ല. ഇവിടെ ഞാൻ സാധാരണ പറയുന്നത് പോലെ മാതാപിതാക്കളുടെ ശ്രദ്ധ ഒന്ന് ഉണർത്താൻ വേണ്ടി ഞാൻ പറയാം. ശരിക്കും അംഗത്വം എടുക്കേണ്ടത് ഏത് സഭയിലാണ്? ദൈവവചനം പഠിപ്പിക്കുന്ന ഇടത്താണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ ദൈവവചന പഠനമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പഠിപ്പിക്കുന്ന എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ആ കുടുംബ പ്രാർത്ഥനയിൽ അതൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യണം. സെക്യുലർ എഡ്യൂക്കേഷനേക്കാൾ ദൈവവചന പഠനത്തിന് മുൻതൂക്കം കൊടുത്താൽ നിങ്ങളുടെ മകളോ മകനോ വിശ്വാസത്യാഗം അവർക്ക് സംഭവിക്കാതെ നിങ്ങൾക്കവരെ സംരക്ഷിക്കുവാൻ കഴിയും. ഇതൊക്കെ പെന്തക്കോസ്റ്റിൽ വളരെ ലേറ്റായിപ്പോയി കേട്ടോ. ആത്മീക നേതൃത്വത്തിന് അവർക്ക് മറ്റു പല ബിസിനസ്സുകളാണ്. അവരവരുടേതായിട്ടുള്ള സ്ഥാനവും മാനം പണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരും വലഞ്ഞുപോയി. ഇതൊരു വല്ലാത്ത സിസ്റ്റമായി പോയി. അതുകൊണ്ട് എന്തു പറ്റുന്നു? പ്രത്യേകിച്ച് യൗവനക്കാർ ബന്ധിക്കപ്പെടുന്നു. ഈവൻ പ്രായമുള്ളവർ പോലും അവർ ചിന്തിക്കുകയാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ബെന്തിക്കോസ് എന്ന് പറയുന്നത്. അങ്ങനെയല്ല ബെന്തിക്കോസ്. പെന്തക്കോസ്ത് സഭകളിൽ കൃത്യമായ ദൈവവചന പഠനം ഉണ്ടായിരിക്കണം. അത് ദൈവവചന പഠനം എന്ന് പറഞ്ഞാൽ പോൾ പറഞ്ഞു കേട്ടോ, ഇറ്റ്സ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. തിയോളജിക്കലി തന്നെ വേദശാസ്ത്രപരമായി യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം, യേശുക്രിസ്തു ചെയ്ത ആ യാഗ മരണം, അതിൻ്റെ സാധ്യതകൾ, യേശുക്രിസ്തു എന്ന വ്യക്തി, ദൈവം, മനുഷ്യൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ
ശരിക്കും ദൈവവചനത്തോടെ മനസ്സിലായി ഹൃദയത്തിൽ പതിച്ചില്ല എങ്കിൽ ആരെങ്കിലും വേറെ ഏതെങ്കിലും ഒരു യേശുവിനെ പ്രസൻറ്റ് ചെയ്താൽ കൈയടിച്ച് വേറൊരാത്മാവിലായിപ്പോവും. ഇന്നതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഉപദേശം ആ ഉപദേശം എന്നൊക്കെ പറയുമ്പോൾ ഏത് കാറ്റിനാലും ആളുകൾ ആടിപ്പോവും. പോളിൻ്റെ മാതൃക നിങ്ങൾ മനസ്സിലാക്കുക. പൗലോസിൻ്റെ പ്രൈമറി സർവീസ് എന്താ ദൈവത്തിന്? ഹി വാസ് പ്രീച്ചിങ് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. റോമിലും അദ്ദേഹത്തിന് ചെന്ന് അതാണ് പഠിപ്പിക്കുവാനുള്ളത്. ലോകത്തിൽ എവിടെയും അദ്ദേഹത്തിന് അതാണ് പറയാനുള്ളത്. യു ക്യാൻ നെവർ എക്സോസ്റ്റ് വെൻ യു പ്രീച്ച് അബൌട്ട് ജീസസ്. യേശുവിനെ കുറിച്ച് അങ്ങ് പഠിപ്പിച്ച് ഇനി എന്നാ എന്ന് ചിന്തിക്കേണ്ട വരില്ല. ഒരായുസല്ല, 10,000 ആയുസല്ല, നമ്മുടെ എല്ലാവരുടെയും കൂടെ ആയുസ് എടുത്താലും യു വിൽ സ്റ്റിൽ നോട്ട് എക്സോസ്റ്റ്. ജീസസിലാണ് ദൈവത്തിൻ്റെ സമ്പൂർണത. യേശുവിനെ അറിയുക, യേശുവിനെ പഠിക്കുക, യേശുവിൻ്റെ സ്വഭാവം ജീവിതത്തിൽ പ്രായോഗികമാക്കുക. ഇതിലാണ് നമ്മളും കേന്ദ്രീകരിക്കേണ്ടത്. ഇവിടെ ഞാൻ നിൽക്കുന്നത് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാനല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടിയല്ല. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യമെന്ന് പറയുന്നത് ഐ ഹാവ് ടു ലിഫ്റ്റ് അപ്പ് ജീസസ് ക്രൈസ്റ്റ്. വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, ഐ പ്രസന്റ് ക്രൈസ്റ്റ്. Oh, it is a boring service. We should have more songs and we should all dance. That's all fine. That's all fine. But we are more into the word. Praise the Lord. അതുപോലെ മൈക്ക് വലിച്ചു പറിച്ച് ധൃതിയിലങ്ങ് പറഞ്ഞ് എന്തെങ്കിലും അങ്ങ് പറയുന്നതല്ല പ്രസംഗം. ഒത്തിരി ആളുകൾ പെന്തിക്കോസിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്ന അതാണ്. ഞാൻ ധൃതി കുറേ കാര്യങ്ങൾ പറയുക, പെണ്ണുങ്ങളെല്ലാം കൂടെ കൈയടിക്കുക, പിന്നെ ഞാൻ ധൃതി പറയുക. ഇന്ന് ഭയങ്കരമായിരുന്നു. അതെന്താണ്? അതാ ഭയങ്കരം. അതല്ല മെസ്സേജ്. ദാറ്റ് ഈസ് നോട്ട് ദ മെസ്സേജ്. ദ മെസ്സേജ് ഇസ് അബൌട്ട് ഹിസ് സൺ ജീസസ്. പോളിൻ്റെ ജീവിതം തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പൗലോസ് കർത്താവിനെ എങ്ങനെ അനുഗമിച്ചു, അതാണ് എനിക്ക് കോപ്പി ചെയ്യാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. നമ്മളതുകൊണ്ട് ഈ കാര്യങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. അതുപോലെ ഇവിടെ പ്രസംഗിക്കുന്ന സകല ആളുകളോട് ഞാൻ പറയാം, ഐ ഈവൻ ടെൽ മൈ സൺ, ഒരു പോയിന്റ് എന്തെങ്കിലുമുണ്ട്, ഒരു പ്രചോദനം നമുക്കുണ്ടാകുമ്പോൾ പറയുന്ന രീതികളുണ്ട്. മെസ്സേജിൻ്റെ ആദ്യം മുതൽ മെസ്സേജിൻ്റെ അവസാനം വരെ നമ്മളങ്ങ് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, ആളുകൾക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ആകണം. നിങ്ങൾ വരേണ്ടതും അതിനാണ്. എന്തിന്? എന്താണ് തിരുവെഴുത്ത്, അതിൻ്റെ എക്സ്പോസിഷൻ നടക്കുമ്പോൾ എനിക്കത് മനസ്സിലാകണം. ആരും ഇവിടെ കൈയടിച്ചില്ലേലും പ്രശ്നമില്ല, ദൂത് വെളിപ്പെടും. കാരണം ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിയും പ്രിപ്പയറായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ല നിങ്ങളുടെ കൈയടി. ചിലർ വന്ന് പറയുന്നത് കൈയടി ബ്രദറെ ദൂത് വെളിപ്പെടട്ടെന്ന്. അത് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അത് വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കാഞ്ഞിട്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ല പ്രസംഗം, അതല്ല പഠിപ്പിക്കുന്നത്. ആരും കൈയടിക്കേണ്ട, പ്രത്യേകിച്ച് ഇവിടെ ആരും കൈയടിക്കേണ്ട. നിങ്ങളിരുന്ന് ഈ ദൈവവചനം കേട്ടാൽ മതി. ഇപ്പോൾ പൗലോസ് പറയുന്നത് പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ, സോ ഹീ വാസ് പ്രീച്ചിങ്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുക. അവിടെ ആരാധന എന്ന വാക്ക് അതൊക്കെ നമ്മൾ ചിന്തിച്ചതായതുകൊണ്ട് ഞാൻ അധികം അവിടെ നിൽക്കുന്നില്ല. സെർവ്, ഞാൻ ആത്മാവിൽ സേവിക്കുന്നു എന്ന് വേണേൽ തർജ്ജമ ചെയ്യാം. പക്ഷേ ചിലയിടങ്ങളിൽ ആരാധിക്കുന്നു എന്നും തർജ്ജമ ചെയ്യുന്നു. ശരിക്കുമുള്ള ആരാധന കണ്ടോ? ദൈവത്തിന് ഞാൻ സെർവ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് വർഷിപ്പ്. അത് ആത്മാവിലെന്ന് പറഞ്ഞാൽ പുറത്താരേലും കാണിക്കാനല്ല, എൻ്റെ അന്തരാത്മാവിൽ ഞാൻ ദൈവത്തിന് സർവീസ് ചെയ്യുക. ദാറ്റ് ഈസ് വർഷിപ്പ്. അപ്പോൾ പാട്ട് പാടുന്ന അല്ലയോ?
പാട്ടുപാടുന്നതും വർഷിപ്പാണ്. പക്ഷെ പാട്ടുപാടുന്നത് മാത്രമല്ല, ഞാൻ ഇന്ന് പകൽ പ്രസംഗിക്കുമ്പോൾ ഐ ആം വർഷിപ്പിംഗ് മൈ ലോർഡ്. നിങ്ങൾ ഈ വചനം കേട്ടത് ഏറ്റെടുക്കുമ്പോൾ യു ആർ വർഷിപ്പിംഗ് ദ ലോർഡ്. നിങ്ങൾ പല വീടുകളിൽ പോയി ജീസസിനെ വചനത്തിലൂടെ പ്രസന്റ് ചെയ്യുമ്പോൾ യു ആർ ഇൻ വർഷിപ്പ്. അതാണ് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പം തൻ്റെ ഉള്ളിൽ നിന്ന് ഈസ് ഫ്ലോയിങ് ഔട്ട് ഓഫ് എ ഡീപ് ഡിസയർ ഇൻ ഹിസ് സോൾ. ഉള്ളുകൊണ്ട്, അല്ലാതെ എനിക്ക് എങ്ങും കണക്കൊന്നും കൊടുക്കാനൊന്നുമില്ല, പുറത്തെനിക്ക് ആരാണ്ട് ത്രസിപ്പിക്കാനൊന്നുമില്ല. എനിക്ക് ധൃതി പറഞ്ഞ് എല്ലാവരെയും കൂടെ കൈയടിപ്പിക്കുമ്പോൾ എൻ്റെ ജഡത്തിന് ഇതൊരു സുഖം തോന്നുമെന്നുള്ളതേ ഉള്ളൂ. ഐ വോണ്ട് ടു വർഷിപ്പ് ദ ലോർഡ്. എൻ്റെ ഉള്ളുകൊണ്ടാണ് ഈ ശുശ്രൂഷ ചെയ്യേണ്ടത്. ആ ശുശ്രൂഷ തന്നെ ഒരു ആരാധനയാണ്. എന്നിട്ട് 10ാമത്തെ വാക്യത്തിൽ എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളത് അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. അപ്പം അവരെ അഷ്വർ ചെയ്യുകയാണ്. പലപ്പോഴും ഞാൻ വരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെന്തിനാണ് അങ്ങനെ ഒരു അഷ്വറൻസ്? ചില വേദപണ്ഡിതാക്കൾ ചിന്തിക്കുന്നത്, ഒരുപക്ഷെങ്കിൽ റോമിലുള്ള ചില വിശുദ്ധന്മാരെങ്കിലും ചിന്തിച്ച് കാണും, ജാതികളിലേക്ക് വിളിക്കപ്പെട്ട ഈ അപ്പോസ്തോലൻ എന്താ ഇതുവരെ നമ്മുടെ അടുത്ത് വരാഞ്ഞത്? അദ്ദേഹം സോ ബിസി എൽസ്വെയർ, വൈ ഈസ് ഹി നോട്ട് കമ്മിങ് ഹിയർ? അങ്ങനെ ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ അവരെ അഷ്വർ ചെയ്യാണ്, ഇറ്റ് വാസ് ഓൾവേസ് ഇൻ ഹിസ് ഹാർട്ട് ടു ഗോ ടു റോം. അവിടെയും തനിക്ക് സുവിശേഷം പറയാൻ താൻ ആഗ്രഹിച്ചിരുന്നു. അതിനു വേണ്ടിയാണ് താൻ പറയുന്നത് ഐ ഓൾവേസ് പ്രേ ഫോർ യു. എന്നിട്ട് തനിക്ക് ഒരുപാട് തടസ്സങ്ങളൊക്കെ വന്നെങ്കിലും തൻ്റെ പ്രാർത്ഥന താൻ നിർത്തിയില്ല. അത്രയധികം തൻ്റെ വാഞ്ചയാണ്. ഹി വാണ്ട്സ് ടു ഗോ ടു റോം ആൻഡ് സീ ദീസ് ബിലീവേഴ്സ്. അവരെ എന്നിട്ട് വിശ്വാസത്തിൽ തനിക്ക് ഉറപ്പിക്കണം. ഇത്രയും കാര്യമാണ് പ്രധാനമായി 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. 11ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുക. 11, 12 ഈ വാക്യങ്ങളിൽ പൗലോസ് അവിടെ കടന്നു പോകുന്നതിൻ്റെ പിൻപിൽ പൗലോസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഘടകമാണ്. എന്തിനാണ് താൻ അവിടെ പോകുന്നത് എന്നുള്ളത് വിശദീകരിക്കുകയാണ്. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. അപ്പോൾ ആ റോമിൽ പോകുന്നത് ടൂറിസ്റ്റ് വിസ കിട്ടി ടൂറിസ്റ്റായിട്ട് ചെന്ന് ഏതെങ്കിലും വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങൾ കണ്ട് സന്തോഷിക്കാനല്ല പോകുന്നത്. ബ്രദറെ, ഞാൻ അവിടെ പോയി ഇവിടെ പോയി, എന്തിന്? Paul is not on going there as a tourist. വളരെ കൃത്യമായ ലക്ഷ്യം തനിക്കുണ്ട്. സുവിശേഷ വേലയിലായിരിക്കുന്നവരും ഈ ചർച്ചിലുള്ള എല്ലാവരും ഇത് മനസ്സിലാക്കണം. കൃത്യമായ ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. ദൈവമാണ് തൻ്റെ ഉള്ളത്തിൽ റോമിൽ പോകാനുള്ള വാഞ്ച ഇട്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്, ദൈവം തനിക്കൊരു ദൂതൂടെ കൊടുത്തിരുന്നു. പക്ഷെ അവിടെ പോകുന്നത് അവിടുത്തെ കൊളോഷ്യം കാണാനല്ല. അവിടെ പോകുന്നത് അവിടുത്തെ സഭക്കാരെ കൊണ്ട് വാവ് പറയിപ്പിക്കാനല്ല. അവർക്ക് പ്രയോജനമുണ്ടാകണം. എന്നിട്ട് 12ാം വാക്യത്തിൽ പറയുക, നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, എനിക്കും പ്രയോജനമുണ്ടാകണമെന്ന്. മ്യൂച്വൽ എൻകറേജ്മെൻ്റ് ഉണ്ടാകേണ്ടതിനാണ് അദ്ദേഹം അവിടെ പോകാൻ താല്പര്യപ്പെടുന്നത്. 2 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. 2 വാക്കുകൾ 11-ൽ നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീകവരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. 12ാം വാക്യം, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ, കേൾക്കണം, കാണുവാൻ വാഞ്ചിക്കുന്നു. കാണുവാൻ വാഞ്ചിക്കുന്നു. മലയാളത്തിൽ അങ്ങനെയുള്ളൂ.
ഇംഗ്ലീഷിൽ ഡിസയർ ടു സീ. ബട്ട് ദീസ് ആർ സ്ട്രോങ് വേർഡ്സ്. എന്ന് പറഞ്ഞാൽ, വാഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ എ സ്ട്രോങ് ഡിസയർ. ഇത് ഉള്ളത്തിൽ വെച്ച് ദീർഘകാലമായി കൊണ്ടു നടക്കുക. കാണുവാൻ എന്ന് പറഞ്ഞാൽ കണ്ടില്ലെങ്കിൽ ഹൃദയം പൊട്ടിപ്പോകും. അതുപോലത്തെ തീവ്രമായ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് ഈ ദൈവമക്കളെ കാണാൻ. Try to capture what is going through the heart of Paul. നമുക്കെന്തിനാ ഈ വാഞ്ച, ഈ തീവ്രമായ വാഞ്ച? ചെറുക്കൻ സ്റ്റെത്തസ്കോപ്പ് ഇട്ടൊന്ന് കാണാൻ വേണ്ടി, എന്നിട്ട് അങ്ങ് ചത്താ മതി. ഓ, എൻ്റെ ആരോഗ്യവും എൻ്റെ പണവും എൻ്റെ എല്ലാവും. Paul was not a man like that. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ മെറ്റീരിയൽ ബേസ്ഡ് അല്ല. അദ്ദേഹം അവിടെ സഭയിൽ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല. തീർച്ചയായിട്ടും താൻ അത് കഴിഞ്ഞ് സ്പെയിനിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നു. ഈ സഭ തന്നെ അയക്കണമെന്നൊക്കെ തനിക്ക് ആഗ്രഹമുണ്ട്. എന്നാലും he is looking forward to their spiritual encouragement. അവരുടെ ആത്മീക വർധനവ്, ആത്മീകമായ സ്ഥിരതയുള്ളവരാകുവാൻ, മ്യൂച്വൽ എഡിഫിക്കേഷന് വേണ്ടി ആണ് താൻ ആഗ്രഹിക്കുന്നത്. He is using those words എന്ന് പറഞ്ഞാൽ, my heart will be broken if I don't come and see you. What are you talking, Paul? You have not even seen most of them. അവരിൽ മിക്കവരിലെ ആളുകളെയും കണ്ടിട്ടില്ലെങ്കിലും പൗലോസിന്റെ ഉള്ളു നിങ്ങൾ കാണണം. ഇത്ര സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ അപ്പോസ്തലൻ. മറ്റു പലയിടങ്ങളിൽ പോളിനെ നമ്മൾ കാണുമ്പോൾ കർക്കശക്കാരനായിട്ടൊക്കെ കാണും. അത് പോളിന്റെ ഒരു വശമാണ്. പോളിന് വേറൊരു വശമുണ്ട്. Paul was so dedicated to the Lord. He was so loving. Praise the Lord. ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാണുവാൻ വാഞ്ചിക്കുന്നു. അതുപോലെ ആ വാഞ്ചിക്കുന്നു എന്നൊക്കെ ഉള്ളത് പ്രസന്റ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. അത് കാണിക്കുന്നത് പൗലോസ് കണ്ടിന്യൂസ് ആയി ഈ റോമിലെ വിശുദ്ധന്മാരെ കാണാൻ കൊതിച്ചു, ആഗ്രഹിച്ചു, തീവ്രമായി ആഗ്രഹിച്ചു എന്ന അർത്ഥത്തിലാണ്. എന്തിന്? അവിടെ ചെന്ന് അവരെ സെർവ് ചെയ്യണം, അവിടെ ചെന്ന് അവരെ ശുശ്രൂഷിക്കണം. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇതുപോലെ പൗലോസിൻ്റെ സ്നേഹം നിറഞ്ഞ ചില വാക്കുകൾ തെസ്സലോനിക്കക്കാർക്ക് എഴുതുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചും കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വച്ചു തരുവാൻ ഒരുക്കമായിരുന്നു. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. He was like a mother to them. See, we can see Paul, the man, the minister. ഇങ്ങനെയുള്ള മനുഷ്യനെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ നിർത്തി ചിന്തിക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ? The passion of Paul. പൗലോസേ ഇത്രയും സഭകളൊക്കെ സ്ഥാപിച്ചില്ലേ, പോരെ? റിട്ടയർ ചെയ്യണ്ടേ? നോ, എനിക്ക് റോം ഇസ് നോട്ട് കോൺകേർഡ്. അവിടെ ദൈവമക്കളൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. അവിടെ എനിക്ക് പോയി ദൈവമക്കളുടെ ഇടയിൽ എന്നോ ചെയ്യാനാ പൗലോസേ? എനിക്കവിടെ പോയി അവരുടെ വിശ്വാസത്തെ എൻകറേജ് ചെയ്യണം. പിന്നെ അവിശ്വാസികളെ എങ്ങാനും മീറ്റ് ചെയ്താൽ അവരെ കൂടി ഇവരോട് ജോയിൻ ചെയ്യണം. എന്തിന്? എൻ്റെ ആ പ്രയത്നത്തിൽ എനിക്ക് അവിടെ ഫലമുണ്ടാകണം, അവിടെ എനിക്കൊരു കൊയ്ത്തുണ്ടാകണം. What a passion!
Do you have this passion for souls? പൗലോസ് ഒരു സാധാരണക്കാരനല്ല. ദമസ്കോസിന്റെ പടിവാതിക്കൽ കർത്താവിന്റെ സന്ദർശനം കഴിഞ്ഞ് ആത്മപൂർണനായി he was all after souls. മനുഷ്യരെന്ന് പറഞ്ഞാൽ Paul will go crazy. ഇവിടെ ഞാൻ കാണുന്നത് പൗലോസിന്റെ ആ പാഷനാണ്, ആ തീവ്രമായ ആഗ്രഹം. അവരിൽ മിക്കവരെയും കണ്ടിട്ടില്ലെങ്കിലും he is so passionate for them. വില്യം ബൂത്ത് എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനാണ്. ഒരിക്കൽ വിക്ടോറിയ രാജ്ഞിയുടെ മുൻപിൽ വില്യം ബൂത്ത് നിൽക്കുമ്പോൾ രാജ്ഞി ചോദിച്ചു, താങ്കൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഒരു രാജ്ഞി ചോദിക്കുക, നമുക്ക് എന്തെല്ലാം കാര്യം പറയാനുണ്ട്, പറഞ്ഞാൽ കിട്ടുമെന്നുള്ളത് നമുക്കറിയാം. വില്യം ബൂത്ത് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ അതുപോലെ വായിക്കാം. Your Majesty, some people's passion is money. ചിലർ തീവ്രമായി ആഗ്രഹിക്കുന്നത് പണമുണ്ടാക്കാനാണ്. Some people's passion is fame. ചില ആളുകളുടെ ആഗ്രഹം, അവർ തീവ്രമായി ആഗ്രഹിക്കുന്നത് അവർക്ക് വലിയ പേരുണ്ടാക്കാനാ, പെരുമയുണ്ടാക്കാനാ. എന്നിട്ട് അദ്ദേഹം പറയാ, ബട്ട് മൈ പാഷൻ ഹാസ് ബീൻ മെൻ. എൻ്റെ പ്രിയ സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ കളയരുത്. സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ജീവിതം പാഴാക്കരുത്. വിദ്യാസമ്പന്നനായിരുന്നു, അത് മുഴുവനും കർത്താവിൻ്റെ കാൽ ചവിട്ടിൽ അടിയറവ് പറഞ്ഞ് ആത്മാവിനാൽ പിടിക്കപ്പെട്ട് he was completely taken for souls. I see the passion in Paul. Praise the Lord. ഇതാണ് ഈ സഭയിൽ ഉണ്ടാകേണ്ടത്. Paul was passionate. 11-ാം വാക്യം, നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. അപ്പൊ തനിക്ക് സെൽഫിഷ് ഡിസയർ ഒന്നുമല്ല, അവർക്ക് ആത്മീക വരം വല്ലതും അവർക്ക് നൽകേണ്ടതിന്. എന്താ ഇതിൻ്റെ അർത്ഥം? ഈ ആത്മീക വരം, സ്പിരിച്വൽ ഗിഫ്റ്റ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ഞാൻ തുടർന്ന് പറയാൻ താല്പര്യപ്പെടുന്നത്. ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു കൂട്ടരുടെ വാദം 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിലൊക്കെ പരാമർശിക്കുന്നത് പോലെ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ പോൾ അവിടെ ചെന്ന് കൊടുക്കാനാണ് ആഗ്രഹിച്ചത് എന്ന് ഒരു ചിന്തയുണ്ട്. രണ്ടാമത്തെ ചിന്ത, ആത്മീക വരമെന്നുള്ളത് ആത്മാവിനെ കൊടുക്കാനാണ്. Paul wanted to go there and minister so that they will receive the Spirit. മൂന്നാമത്തെ ഒരു ചിന്തയുള്ളത്, റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 16 വരെയൊക്കെ നമ്മൾ കാണുന്നത് പോലെ സാൽവേഷൻ ഗ്രേസ്, കൃപയാലുള്ള രക്ഷയെക്കുറിച്ചുള്ള ദാനത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇങ്ങനെ പല ചിന്തകളാണ്. അപ്പോൾ എന്താണ് വാസ്തവത്തിൽ പോൾ പറയുന്നത്? 11-ാം വാക്യത്തിൽ, അവരുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. അതിൽ എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായ ഒരു വാക്ക്, നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. ആ വാക്കിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. എന്ന് പറഞ്ഞാൽ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ.
സ്തോത്രം. കൃപാവരങ്ങളല്ലെന്നുള്ളത് ഉറപ്പാണ്. കൃപാവരങ്ങൾ ആളുകളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ദൈവം ദാനമായിട്ട് തരുന്നു. പക്ഷേ അത് നമ്മളെ യഥാസ്ഥാനപ്പെടുത്താനോ ഉറപ്പിക്കാനോ സ്ഥിരീകരിക്കാനോ അല്ല. ഫോർ എക്സാമ്പിൾ, കൊരിന്ത്യരോട് എഴുതുമ്പോൾ കൃപാവരങ്ങൾ മുഴുവനും ഉണ്ടായിരുന്ന കൊരിന്തുകാർ പല കാര്യത്തിലും അവരുടെ ഇടയിൽ പ്രശ്നമുണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദി ഗിഫ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റ്. അതിനുവേണ്ടിയല്ല, അതല്ല അവിടെ ആത്മീക വരം എന്ന് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ആത്മീക വരമെന്ന് പറഞ്ഞാൽ കൃപാവരങ്ങൾ കൈവച്ച് എല്ലാവർക്കും കൊടുക്കുകയാണെന്നാണ്. അവിടെയും മറ്റൊരു കാര്യം പറയാം. നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കുകയും ആ 12-ാം വാക്യത്തിൽ ആത്മീക വരം വല്ലതും പ്ലൂറലല്ല, സിംഗുലറാണ്. അപ്പോൾ കൃപാവരങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ലിസ്റ്റാണ്. അത് 1 കൊരിന്ത്യർ 12 മാത്രമല്ല, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലുണ്ട്, റോമാലേഖനം 12-ാം അധ്യായത്തിലുണ്ട്. ഇവിടെയൊക്കെ കൃപാവരങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇവിടെ സിംഗുലറായിട്ട് എഴുതിയിരിക്കുന്നത് ഒരു വരം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃപാവരങ്ങൾ നാം ഉദ്ദേശിക്കുന്നതല്ല. മാത്രമല്ല, കൃപാവരങ്ങൾ 1 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളവർക്ക് അവിടുന്ന് വീതിച്ചു കൊടുക്കുമെന്ന ഒരു മനുഷ്യനല്ല ഡിസൈഡ് ചെയ്യുന്നത്. യെസ്, ആത്മനിയോഗത്തിൽ ഒരു മനുഷ്യൻ കൈവെക്കുമ്പോൾ കൃപാവരങ്ങളുടെ ഇംപാർട്ടേഷൻസ് നടന്നേക്കാം. അത് ഈ വ്യക്തി തീരുമാനിക്കുന്ന ആളിനല്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാറ്റിലും ഉപരി കൃപാവരത്താലല്ല എസ്റ്റാബ്ലിഷിങ് നടക്കുന്നത്. So it's not possibly talking about gifts of the Spirit. Though ആദ്യം നമ്മൾ കേൾക്കുമ്പോൾ we may think it is about the gifts of the Holy Spirit. It may not be even about the Spirit. അത് ആളുകളുടെ ചിന്ത അപ്പോസ്തലർ പ്രവൃത്തി 19-ാം അധ്യായത്തിൽ കുറേ ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തി കഴിഞ്ഞിട്ട് പൗലോസ് അവരുടെ മേൽ കൈവച്ച് കഴിഞ്ഞപ്പോൾ ആത്മാവ് വന്നല്ലോ, അതായിരിക്കാം. പക്ഷെ ഇവർ രക്ഷിക്കപ്പെട്ടോരാ. ഇവിടെ ഉള്ളത്തിൽ ആത്മാവ് ഓൾറെഡി ഉണ്ട്. പരിശുദ്ധാത്മ സ്നാനമായിരിക്കാം. അല്ല, ഇവര് ജീവിക്കുന്നവരല്ലേ, ജീവിച്ചിവരുടെ വിശ്വാസമല്ലേ ലോകമെല്ലാം പ്രസിദ്ധമായിരിക്കുന്നത്. ആത്മശക്തിയോടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതം പോസിബിൾ അല്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എൻ്റെ ആർഗ്യുമെന്റ്? എന്നാ പിന്നെ രക്ഷയായിരിക്കാം, കൃപയായുള്ള രക്ഷ. അല്ല, ഇവർ രക്ഷിക്കപ്പെട്ടവരാണല്ലോ. 3-ാം വാക്യം പറയുന്നത് 1:3 റോമിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. They are saints. It's not even talking about that. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഇവിടെ പരാമർശിക്കുന്നത് എന്നത് വളരെ ലളിതമായി പറയാം. ഇംപാർട്ടിങ് സം സ്പിരിച്വൽ ഗിഫ്റ്റ്, യഥാസ്ഥാനപ്പെടുവാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥിരീകരണം എന്ന വാക്കാണ് ശരി, സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടത്. ആ ആത്മീക വരം സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ്. സ്ഥിരീകരണം എന്ന വാക്കിൻ്റെ അർത്ഥം എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ ബലപ്പെടുത്തുക, അവരെ ശക്തിപ്പെടുത്തുക, അവരെ സെക്യൂറാക്കുക, അവരെ ഉറപ്പിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് ഈ സ്ഥിരീകരിക്കുക എന്ന വാക്ക്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആത്മീക വരം ഒരു വിശാല അർത്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഞാൻ അർത്ഥമാക്കുന്നത്? അത് പരിശുദ്ധാത്മാവിനാൽ തന്നെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക,
പഠിപ്പിക്കുക, പ്രബോധിപ്പിക്കുക, ആശ്വസിപ്പിക്കുക, മാത്രമല്ല പ്രാർത്ഥിക്കുക, അവരെ ഗൈഡ് ചെയ്യേണ്ട മേഖലയിൽ ഗൈഡ് ചെയ്യുക, പോരാ അവരെ എവിടെയെങ്കിലും തർജ്ജനം ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക എന്നിങ്ങനെയുള്ള ഒരു വരം, എന്നിങ്ങനെയുള്ള ഒരു ശുശ്രൂഷ. ഇതാണ് പോൾ ആഗ്രഹിച്ചത്. ഇതാണ് പോൾ അവരോട് പറയുന്നതിൻ്റെ ആശയം. ഇത് ഒരു ബ്രോഡ് സെൻസിലാണ്. ഒരു ചർച്ചിൽ ചെന്നാൽ ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ് പോൾ വാണ്ട്സ് ടു എസ്റ്റാബ്ലിഷ് ദം. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, ഇത്രയും താമസിച്ചത് കൊണ്ടാണ് ഈ മാസ്റ്റർ പീസ് ആകുന്ന റോമാലേഖനം അവർക്ക് എഴുതി കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വിശദീകരണമായിരിക്കാം അവിടെ ചെന്നവരോട് പറഞ്ഞ് അവരെ ഉറപ്പിക്കുന്നത്. Praise the Lord that God did not send him soon. That's why we got this masterpiece. ചിലയിടങ്ങളിൽ പോകാൻ ആഗ്രഹിച്ചിട്ടും ദൈവം തന്നെ പലപ്പോഴും വിടാതിരിക്കുമ്പോൾ അന്നേരം സ്തോത്രം ചെയ്യാൻ അറിയത്തില്ല. ഇതിൻ്റെ പിൻപിലുള്ള ദൈവത്തിൻ്റെ കരം നമ്മൾ മനസ്സിലാക്കണം. തീവ്രമായ വാഞ്ച ദൈവം കൊടുത്തിരിക്കുന്നു, ദൈവം തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. എന്താണ് കാര്യം? ഇതുപോലെയുള്ള ജനറേഷൻസ് ആൻഡ് ജനറേഷൻസ് ഓരോ കാലഘട്ടത്തിൽ വിപ്ലവകരമായ ഉണർവിന് കാരണമായി തീർന്ന 16 അധ്യായങ്ങളിലെ റോമാലേഖനം പുറത്തു വരാൻ കാരണം because he could not go when he wanted to go. Amen. 11ാം വാക്യം മോളെ വായിക്കുക. The 11th verse. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. അപ്പൊ ഈ ആത്മീക വരം എന്നുള്ളത് തൻ്റെ വിശേഷമായ ആത്മീക പഠിപ്പിക്കലുകൾ, ക്രിസ്തു കേന്ദ്രിതമായ പഠിപ്പിക്കലുകൾ. വായിക്കാം. ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന്. അത് 12ാം വാക്യമാണ്, നമ്മൾ അങ്ങോട്ട് വരാം. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഇത്ര ആഗ്രഹിച്ച് റോമിലേക്ക് പോകാനിരിക്കുന്ന പോളിൻ്റെ ഉള്ളത്തിൽ അവിടെ ചെന്ന് വിടുതൽ ശാസിക്കുന്നു. വിടുതൽ എന്തിന്? അപ്പുറത്തെ വസ്തു മേടിക്കാനും വണ്ടി മേടിക്കാനുള്ള പ്രൊജക്റ്റ് അല്ല, അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനാണ്. അല്ല, പാസ്റ്റർ പറഞ്ഞത് ഇവരുടെ വിശ്വാസം ലോകപ്രസിദ്ധമാണെന്നൊക്കെയാണല്ലോ. അതെ, അങ്ങനെ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉള്ളവർക്ക് പോലും ആട്ടം സംഭവിക്കാം, കൂടെ ഉറപ്പിക്കണം. നമുക്കെല്ലാവർക്കും സംഭവിക്കാം. നമ്മൾ ഈ വചനങ്ങളൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മളെ ഉറപ്പിക്കുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലർ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് പൗലോസിൻ്റെ മനസ്സിൽ സൂപ്പർഫിഷ്യലായിട്ടുള്ള, ഏതായാലും സെൽഫ് സെൻറ്റേർഡായിട്ടുള്ള എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ സഭയിലെ അംഗങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്ന മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് അല്ല പോള് പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയുന്ന ഒരു ഗോസ്പൽ ഇല്ല. ദാറ്റ് ഈസ് എ ഫോൾസ് ഗോസ്പൽ. യേശുവിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം വലിയ വണ്ടികളും കിട്ടും, വലിയ വീടും വെക്കും. ഇതേത് സുവിശേഷമാണ് ഇത്? അത് വേറൊരു സുവിശേഷമാണ്. യേശു പറഞ്ഞിട്ടില്ലെന്നും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാരോ കർത്താവായ യേശുക്രിസ്തുവോ പഠിപ്പിക്കാത്ത പലതുമാണ് ഇന്ന് പലയിടങ്ങളിലും കറങ്ങുന്നത്. ഈ ടി വിക്കകത്തൊക്കെ കണ്ട് ഇങ്ങനെ ടി വിയിലോട്ട് നോക്കി പ്രാർത്ഥിച്ചു നിനക്ക് കാറ് കിട്ടുമെന്ന് പറയുമ്പം അമ്മമ്മമാരെല്ലാം കൈ പോകും. കാറ് വേണമല്ലോ അമ്മാമ്മയ്ക്ക്. ആ ഗോസ്പലൊന്നും യേശുക്രിസ്തുവിൻ്റെ ഗോസ്പലല്ല. അതിലൊക്കെ വ്യാപരിക്കുന്നത് വേറൊരാത്മാവാണ്. നമ്മളത് മനസ്സിലാക്കണം. വേറൊരു സുവിശേഷമാണ്, വേറൊരു ജീസസിനെയുമാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. പൗലോസിനെ നിങ്ങൾ കണ്ടോ? നേരത്തെ തന്നെ വരുന്നതിന് മുമ്പ് തൻ്റെ ആഗ്രഹങ്ങൾ പറയുക.
അല്ലാതെ ഞാൻ വരുന്നത് എൻ്റെ പ്രിയമുള്ളവർ, ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ യോഗമൊന്നും നിൽക്കത്തൊന്നുമില്ല, എല്ലാവരും കൈയടിച്ച് നിങ്ങളെല്ലാം ഞാൻ അങ്ങ് വൈബ്രേറ്റ് ചെയ്ത് നിർത്തുകളെ. പൗലോസ് വരുന്നത് ഇയർ ടിക്ലിങ് ബിസിനസ്സിനല്ല കേട്ടോ. പുള്ളി പൗലോസ് വന്നു കഴിഞ്ഞ് ആഹാ കേൾക്കാൻ. ഞാൻ വൈകിട്ടത്തെ യോഗത്തിന് പണ്ടൊരിക്കലും ഇവിടെ ഒരുത്തം വന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് യോഗം ഉണ്ടോയെന്ന്. എൻ്റെ പൊന്നച്ചു, രാവിലത്തെ യോഗവും വൈകിട്ടത്തേതും പോരാ ഉപവാസപ്പെടാൻ, ഉച്ചയ്ക്കൂടെ യോഗം ഉണ്ടോയെന്ന്. ആ പുള്ളി അധികം നിന്നില്ല. പോൾ അവിടെ പോകുന്നത് കർണരസകരമായ കാര്യങ്ങൾ പറയാനല്ല. കർണരസകരമായ കാര്യങ്ങൾ പറയുന്ന കാലം വരുന്നുണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രവചിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇൻ ദി എൻഡ് ടൈംസ് ഉപദേഷ്ടാക്കന്മാരെ പെരുപ്പിക്കും. എന്ത്? ഞങ്ങൾക്കിഷ്ടമുള്ളത് പറയണം, ഞങ്ങൾക്കിഷ്ടമുള്ളത് നീ പറയണം, നിനക്ക് കാശ് തരാം ഞങ്ങൾ, പറ. ഞാൻ നടുത്തൂണാന്ന് പറയടാ. കാശും മേടിച്ചുകൊണ്ട് അവൻ പറയും അച്ഛാ ഞാൻ ഒന്നാമതെ കണ്ടിട്ടും അങ്ങനെ ഇരിക്കുന്നു, നടുത്തൂണ. ഇതിനല്ല പോള് പോകുന്നത്. Paul wants to teach them and he wants to establish them, strengthen them. എന്ന് പറഞ്ഞാൽ ആന്തരികമായി ഉറപ്പുള്ളവരായി ശക്തിയുള്ളവരാക്കണം. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഈ ദൈവവചനമെല്ലാം നിങ്ങളുടെ ഇടയിൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിലുള്ളത് ഞാൻ ഉറയ്ക്കുന്നത് പോലെ നിങ്ങൾ ഉറയ്ക്കണം. The word of God is the foundation of Christian life. Praise the Lord. വചനത്താൽ ഉറയ്ക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പോളിൻ്റെ ചിന്ത അതായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 5-ാം വാക്യത്തിൽ അദ്ദേഹം 2-ാം മിഷണറി യാത്രയിൽ കടന്നു പോകുമ്പോൾ 1-ാം മിഷണറി യാത്രയിൽ സ്ഥാപിച്ച സഭകളെക്കുറിച്ച് നോക്കി അദ്ദേഹം എന്താ ചെയ്തതെന്ന്. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുക, റീവിസിറ്റ് ചെയ്യുക, അവരെ ഉറപ്പിക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ എല്ലാവർക്കും ഒക്കത്തില്ല. ഈ ഗർവാപ്പസി പോലൊക്കെ അങ്ങ് ആയിപ്പോവും. ടെംപ്റ്റേഷനും ടെസ്റ്റുകളും ട്രയലും വരുമ്പോൾ വിവിധ ഉപദേശങ്ങളുടെ നടുവിൽ we need the teaching of the word of God. ഇതുപോലെ ഈ ലേഖനത്തിൻ്റെ അവസാനം റോമാലേഖനം 16-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ് ഈ എസ്റ്റാബ്ലിഷിംഗ് എന്നുള്ളത് പോൾ ഒന്ന് എലാബറേറ്റ് ചെയ്യുന്നുണ്ട്. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജാതനായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഇറ്റ് ഈസ് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിൻ്റെ പ്രസംഗത്താലാണ്. എന്തിനാ ദൈവവചനം വായിക്കുന്നത്? അത് മമ്മി പറഞ്ഞിട്ടുണ്ട്, ഒരധ്യായം വെച്ച് വായിച്ച് കിടന്നാൽ പരീക്ഷയ്ക്ക് പാസ്സാകുമെന്ന്. ഇതിനാണോ ബൈബിൾ വായിക്കുന്നത്? എന്തിനാണ് ദൈവസഭയിൽ ദൈവവചന പഠനം? എന്തിനാണ് ഈ വെള്ളിയാഴ്ച തോറും ബൈബിൾ സ്റ്റഡി? ഇറ്റ് ഈസ് ഓൾ സോ ദാറ്റ് വി വിൽ ബി ഗ്രൗണ്ടഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. അതിനകത്ത് കടന്നു വന്ന് ഉറങ്ങരുത്, അതിനകത്ത് കടന്നു വന്ന് തമാശ കളിക്കരുത്. ഇവരൊക്കെ പൗലോസ് സ്ഥാപിച്ച സഭയല്ല, ഇവരൊക്കെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് റോമിൽ കടന്നു വന്നു. അതിനുവേണ്ടി പൗലോസ് നന്ദി പ്രകടനമൊക്കെ 8-ാം വാക്യത്തിൽ പറഞ്ഞ് നമ്മൾ വായിച്ച് ധ്യാനിച്ചു. താൻ അതിലൊക്കെ സന്തോഷിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസമൊക്കെ വളരെയധികം ലോകത്തിലെല്ലാം പ്രസിദ്ധമാണ്. പക്ഷേ എന്നാലും പോൾ പറയുക, ദേ നീഡ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്, ദേ നീഡ് ടു ബി സ്ട്രെങ്തൻഡ്. അതിനുവേണ്ടി ഞാൻ അങ്ങോട്ട് വരികയാണ്, നിങ്ങളുടെ സ്ഥിരീകരണത്തിന്.
അപ്പോഴാ വചനം ഒന്നും വേണ്ട നമുക്കിങ്ങനെ അങ്ങ് പോകാമെന്ന് പറഞ്ഞാൽ we have not understood Christian ways and Christianity. എപ്പോഴും ഓർത്തോണം, നിരന്തരമായ ദൈവവചനം ഭക്ഷിക്കാത്ത ഒരാളിൻ്റെ വിശ്വാസം ഉറപ്പായി നിൽക്കത്തില്ല. Apart from God's continuing provision, faith will falter. Even strong faith will falter. എന്നെ ശ്രദ്ധിക്കണം, ഈ കാലഘട്ടം നടക്കുന്ന ഏറ്റവും വലിയൊരു വഞ്ചനയാണ് നിങ്ങളോട് പറയാം. ഏറ്റവും വലിയ വഞ്ചന എന്ന് പറയുന്നത് സെൽഫ് ഡിസെപ്ഷനാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് കരുതുകയാണ് രക്ഷിക്കപ്പെടാതിരിക്കുമ്പോൾ. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഡിസെപ്ഷൻ. അത് ക്രിസ്തണ്ടത്തിൽ വിശേഷാൽ പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ വ്യാപകമായിട്ടുണ്ട്. യഥാർത്ഥമായി രക്ഷിക്കപ്പെടാതിരിക്കുമ്പോൾ എൻ്റെ തെറ്റിദ്ധാരണയാണ് ഞാനൊരു പ്രിയ മകനാണ്, പിന്നെ സ്വർഗത്തിൽ പോകും. എന്താ, ഞാനിതെല്ലാം പ്രസംഗിച്ചില്ലേ? നിങ്ങൾ അന്നും വിട്ടുപോകും. ഞാനൊരു കൺവെൻഷനും ഇത് പ്രസംഗിച്ചു, വലിയ കൺവെൻഷൻ. ഞാനിതാ പ്രസംഗിച്ചത്. എന്നിട്ട് ഞാൻ മാനസാന്തരപ്പെടാൻ ആഹ്വാനം കൊടുത്തു. എനിക്ക് മറ്റേതറിയാം, എഴുന്നേറ്റ് നിന്ന് നിങ്ങളെല്ലാം കൂടെ ജാസിഡ്, എന്നിട്ട് ഇപ്പോൾ രോഗസൗഖ്യം, ഇതൊക്കെ പറയാൻ എനിക്കറിയാം. മാനസാന്തരപ്പെടാൻ ആഹ്വാനം കൊടുത്തപ്പോൾ പെന്തിക്കോസ്തുകാർ എത്ര എണ്ണം കൈപൊക്കി മാനസാന്തരപ്പെട്ടെന്നറിയോ? I told them on their face, many pastors, many ladies and gentlemen here, you will not see the kingdom of heaven. എന്താ ഞാൻ പറഞ്ഞു വരുന്നത്? വചനത്തിൽ വേരുന്നണം, വചനത്തിൽ ഉറക്കണം. പോൾ പറയുക, എല്ലാം പ്രസിദ്ധമാണ് നിങ്ങൾ, but you need strengthening and I'm coming there for that. എന്തൊരു ട്രാജഡിയാ അല്ലേ? സമുദായം വിട്ട് മറ്റു മതങ്ങളെല്ലാം കൂടെ വിട്ടിട്ട് ആഭരണവും ഊരി മീശയും മടിച്ച് വെള്ളം ഇട്ട് വന്നിരിക്കുക, എന്നിട്ട് സ്വർഗത്തിലൂടെ പോയില്ലെങ്കിൽ യോ. ആമേൻ. എഫേസ്യ ലേഖനം 4:15 സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ഇതാണ് പോളിൻ്റെ ഇൻറ്റൻഷൻ. എല്ലാവരും ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ. അത് എഫെസോസ്യർക്ക് എഴുതുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ റോമിലേക്കുള്ള യാത്രയുടെ ഉദ്ദേശവും. എന്നിട്ടാണ് 12-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. എനിക്ക് പോളിൻ്റെ ആ ടാക്റ്റ് മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. എത്തൊരു ഡിപ്ലോമസി അതിനകത്തുണ്ടെന്നറിയാമോ? അതെന്താ? ഞാൻ അങ്ങോട്ട് വരിക, ഞാൻ ആരാന്നറിയാമോ? അപ്പോസ്തലൻ. ഒരുപാട് സഭകളൊക്കെ സ്ഥാപിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ നേരിട്ട് കർത്താവിനെ കണ്ടതും കർത്താവിൽ നിന്ന് പ്രാപിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഞാൻ അങ്ങോട്ട് വരിക, എന്തിനാ? നിങ്ങൾക്ക് തരാൻ. അങ്ങനല്ല, അദ്ദേഹത്തെ അവർ ഉൾക്കൊള്ളേണ്ടതിന് പറയാ, നിങ്ങളുടെ അടുത്ത് വരുമ്പോഴേ നിങ്ങളിൽ നിന്ന് ഞാനും പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. വാട്ട് എ മാൻ! ഇവിടെ ഡിപ്ലോമസി മാത്രമല്ല, ദ ഹ്യൂമിലിറ്റി ഓഫ് എ ഗ്രേറ്റ് അപ്പോസ്റ്റോൾ. ദിസ് ഇസ് ദ പേഴ്സൺ ഗോഡ് യൂസസ്. ഇതാരാണ്? വേദശാസ്ത്രം എഴുതിയവനും ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ വിനയം കണ്ടോ? ഞാൻ അങ്ങോട്ട് വന്ന് തരിക മാത്രമല്ല, അവിടെ പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ വരുമോ എന്ന് ചിന്തിച്ചിട്ടാവാം അദ്ദേഹം പറയാ, നോ, when I come there I want to be ministered to. എനിക്കും എൻകറേജ്മെന്റ് വേണം. ശരിക്കും ക്രിസ്ത്യൻ മിനിസ്ട്രി ഇതാണ്. അങ്ങോട്ട് തരിക മാത്രമല്ല, ഇങ്ങോട്ടുമുണ്ട്. അതാണ് ക്രിസ്ത്യൻ മിനിസ്ട്രി. ഒരു പാസ്റ്റർ ഇവിടെ നിന്ന് എല്ലാ ഞായറാഴ്ചയും പ്രസംഗിക്കുക മാത്രമല്ല, ഈ പാസ്റ്റർ എൻകറേജ് ആകുന്നത് എങ്ങനെ?
ഞാൻ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ വീടുകളിൽ ചെല്ലുമ്പോൾ, നിങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ, നിങ്ങളുടെ വാക്കുകൾ പോരാ, അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത് കാണുമ്പോൾ പോൾ പറയുകയാണ്. നിങ്ങളുടെ ചിലരുടെ വളർച്ച കാണുമ്പോൾ, നിങ്ങൾ മിഷൻ ട്രിപ്പുകൾക്ക് പോകുമ്പോൾ, that brings so much of comfort and encouragement to me. മ്യൂച്വൽ ആണിത്. ഇങ്ങനെയാണ് ദൈവം സംവിധാനം ചെയ്തിരിക്കുന്നത്. അല്ലാതെ ശുശ്രൂഷകരൊക്കെ ബ്രദറെ സൂപ്പർമാൻ, ബ്രദർ എന്നല്ലല്ലോ ബ്രോ. നല്ലൊരു പയ്യൻ പറയുന്നത് കേട്ട്, ബ്രോ മാത്രമല്ല ഡ്യൂഡ് എന്നും ഉണ്ട്. അതെന്തുവാ? പ്രൈസ് ദി ലോർഡ്. മ്യൂച്വലാണ്, അന്യോന്യം. പോൾ അതാണ് കൊണ്ടുവരുന്നത്. അവർക്ക് വേറൊരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. അതിന് പോളിൻ്റെ ആ ഒരു ഡിപ്ലോമസി, അറ്റ് ദ സെയിം ടൈം പോള് എത്ര താഴ്മയുള്ളവനാണ്. തനിക്കൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ല. ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് അല്ലേ? പൗലോസിന് അങ്ങനെയൊന്നുമില്ല. ആത്മീക ഒരു നിഗളവും ഇവിടെ കാണുന്നില്ല, ഒരു നിഗളവുമില്ലാത്ത മനുഷ്യൻ. എന്നാൽ ആരാണ് അദ്ദേഹം? സച്ച് എ ഗ്രേറ്റ് മാൻ അല്ലേ? ക്രിസ്തീയ ഗോളത്തിൽ റീപ്ലേസ് ചെയ്യാൻ കഴിയാത്ത ഒരാളാണ്. കർത്താവായ യേശുക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ പോളിനെയാണ് ഒരു മാതൃകയായി കാണുന്നത്. ആ മനുഷ്യൻ്റെ ആ എളിമത്വം, ആ താഴ്മ നിങ്ങൾ കണ്ടോ? ഒരു ആത്മീക നെകിളവും ഇല്ലാതെ. വെളിപ്പാടിൻ്റെ ആധിക്യം നിമിത്തം ദൈവം തമ്പുരാൻ ഒരു ശൂലം കൊടുത്ത മനുഷ്യനാ നെകളിച്ചു പോകാതിരിക്കാൻ. ബിക്കോസ് ഓഫ് എക്സസീവ് റെവലേഷൻ. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. He is so humble here, telling them that he also wanted to be refreshed by them. ഇവിടെ നിങ്ങളോടൊരു ദൂത് പറയാം. ചിലരൊക്കെ അവർക്ക്, ഞാൻ എന്നോ റിഫ്രഷ് ചെയ്യാനാണ് എൻ്റെ പൊന്നച്ചു, അവരൊക്കെ വലിയ കർത്തൃദാസന്മാർ. ചിലരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ ഓർക്കും ഇതെന്താണ്. ഇന്ന് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ വന്നിട്ടുണ്ട്. ഈ ദാസൻ എന്ന് പറഞ്ഞ അടിമയെന്നില്ല, എന്തോ ഈ വിലയേറിയ അടിമ. ഇത് പറഞ്ഞ് നമ്മൾ ഏതാണ്ട് ഒരു വലിയ സംഭവമായിട്ട് വെച്ചിരിക്കുക. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ. കർത്താവിനിപ്പോൾ അത്രയും വിലയില്ല. ഇതാണ് പൊതുവെ ആളുകളുടെ കാഴ്ചപ്പാട്. അവരൊക്കെ ബ്രദറെ വലിയ പാസ്റ്ററോ, അയ്യോ ആ തുറന്നാൽ ഇങ്ങനെ അങ്ങ് വെളിപ്പാട് പറയാ പാസ്റ്റർ, അയ്യോ നമ്മളൊക്കെ സാധുവും പുഴുവും. ഞൊളച്ച് നടക്കാൻ ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്കെത്ര നിസ്സാരരെന്ന് നിങ്ങൾ തോന്നിയാലും നിങ്ങളിൽ നിക്ഷിപ്തമാണ് മറ്റുള്ളവരെ, ഒരു ദൈവദാസനെ എൻകറേജ് ചെയ്യാനുള്ള വരം. റോമിലുള്ളവർ കമ്പാരിറ്റീവ്ലി ദേ ആർ നോട്ട് ആസ് മെച്യൂർ ആസ് പോൾ. സാധാരണ വിശ്വാസികളോട് പറയാം, പിന്നെ ഞാൻ അത്തറ്റം വരുന്നുണ്ട്, ഞാൻ വരുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളെയല്ലേ ഒന്ന് ബലപ്പെടുത്തണം. പിന്നെ ഞാനൊന്ന് പറഞ്ഞില്ലെന്ന് വേണ്ട, എനിക്കും ഒന്ന് ബലപ്പെടണം. That's the way it is. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ദൈവം ഉപയോഗിക്കും. നിങ്ങളുടെ ഒരു വാക്കാണ് ഒരു ശുശ്രൂഷകനെ നിർത്തുന്നത്. നിങ്ങളൊന്ന് കൈ കൊടുക്കുമ്പോഴാണ് ഒരു ശുശ്രൂഷകനെ നിർത്തുന്നത്. സാരമില്ല, we will move on എന്ന് പറയുമ്പോഴാണ് ഒരു ശുശ്രൂഷകനെ നിർത്തുന്നത്. We need each other's encouragement. ഹല്ലേലൂയ. ഇപ്പം ലെസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബിലീവേഴ്സ് അവരിങ്ങനെ, ഞങ്ങൾക്ക് എന്താണ് ഇനി പാസ്റ്ററോടോ ഇല്ല പറയാം, അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾക്കും ഒരു റോളുണ്ട്. ഒന്ന് സ്തോത്രം ചെയ്തേ, ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഇനി കൈയോട് കൈ കൊടുത്ത് പറയുന്നില്ല. സ്തോത്രം. 13-ാം വാക്യം, എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു, എങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
അതല്ലേ 13-ാം വാക്യം? അതെ. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ ഇടയിൽ വരുന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം വല്ല ഫലവും ഉണ്ടാകേണ്ടതിന്. രണ്ട്, നിങ്ങളുടെ അടുക്കൽ വരാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നു, യാത്രയ്ക്ക് മുടക്കം വന്നു. അപ്പം ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാരെക്കുറിച്ച് തനിക്ക് സ്നേഹമുണ്ട്, ചിന്തയുണ്ട് എന്നത് താൻ അറിയിക്കുകയാണ്. അത് തന്നെ അവർക്കൊരു എൻകറേജ്മെൻ്റ് ആണ്. ഈ ശ്രേഷ്ഠനായ അപ്പോസ്തലൻ ഞങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു വലിയ എൻകറേജ്മെൻ്റ് ആണ്. എന്നിട്ട് താൻ ഈ യാത്രയിൽ കുറേ മുടക്കം വരുത്തിയ അനുഭവങ്ങൾ. എന്താണ് ഈ മുടക്കം എന്നുള്ളത് അവിടെ വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. ഒരു പക്ഷെങ്കിൽ AD 49 റോമിൽ നിന്ന് യഹൂദന്മാരെ എല്ലാം ഒരു രാജകീയ ഉത്തരവ് നിമിത്തം യഹൂദന്മാരെ എല്ലാം അവിടെ നിന്ന് നാട് കടത്തി. അങ്ങനെയാണ് അക്വില, പ്രിസ്കില്ല ഒക്കെ നമ്മൾ പണ്ടൊരിക്കൽ അവരെക്കുറിച്ച് ചിന്തിച്ചതാണ്. അപ്പോസ്തല പ്രവൃത്തി 18:2 അവരൊക്കെ നാട് കടത്തപ്പെട്ടവരായി പോയി. ആ സാഹചര്യത്തിൽ ഒരു യഹൂദനായിരിക്കുന്ന പൗലോസിന് അങ്ങോട്ടൊരു പക്ഷെങ്കിൽ പോകാൻ സാധ്യത കാണുകയില്ല. അതായിരിക്കാം. എന്നാൽ രണ്ടാമത്തെ ഒരു ചിന്ത, റോമാലേഖനം 15-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഏർപ്പെട്ടിരിക്കുന്ന പണിയിൽ താൻ പൂർത്തീകരിച്ചിട്ടില്ല. ഒരുപാട് സഭകൾ സ്ഥാപിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഏഷ്യ മൈനർ മുഴുവനും. എന്നിട്ട് തനിക്ക് ഒരിക്കൽ താൻ ഈ റോമിലേക്ക് പിന്നെയും താൻ പോകുവാൻ താല്പര്യപ്പെടുന്ന സമയത്ത് ഇവിടെ എല്ലാമുള്ള പണി തീർന്നു കഴിഞ്ഞ ശേഷമാണ്, തീരാതെ തനിക്ക് പോകാനൊക്കത്തില്ല. അത് ഒരു കാരണമാണ്. റോമാലേഖനം 15-20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിക്കാമോ? ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന്. പിന്നെന്തിനാ അങ്ങോട്ട് ഇപ്പൊ പോകുന്ന റോമിലേക്ക് പോകുന്നത്? മറ്റൊരാളാണല്ലോ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. അടിസ്ഥാനം ഇടാൻ പോവല്ല, അവരെ ബലപ്പെടുത്താൻ പോവുക. എന്നിട്ട് ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല, അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു. അപ്പൊ അതാ നിങ്ങളുടെ അടുക്കൽ വരാൻ പലപ്പോഴും മുടക്കം വന്നത്. എന്താ? യു ഓൾറെഡി നോ അബൌട്ട് ക്രൈസ്റ്റ്. I am working in certain other areas. Once that was over. വളരെ വ്യക്തമായ കാഴ്ചപ്പാട് പോളിനുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് പോകാൻ അന്നേരം ഹിൻഡറിങ് ഉണ്ടായത്. തൻ്റെ ഒരു അംബീഷനായിരുന്നു സുവിശേഷം കേട്ടിട്ടില്ലാത്ത, ക്രിസ്തുവിനെ അറിയാത്ത ഇടങ്ങളിൽ തനിക്ക് പ്രസംഗിക്കണം. അത് കിഴക്കൻ മെഡിറ്ററേനിയത്തിലെല്ലാം കഴിഞ്ഞ ശേഷമാണ് തൻ്റെ ആ ലോങ് സ്റ്റാൻഡിങ് ഡിസയർ റോമിലേക്ക് പോകാനുള്ളത് താൻ പിന്നെയും സജീവം ആക്കുന്നത് എന്ന് നമ്മൾ ഗ്രഹിക്കണം. പഠിക്കുന്നവരായതുകൊണ്ട് 1 തെസ്സലോനിക്ക ലേഖനം 2:18 വായിച്ചാൽ അവിടെ തെസ്സലോനിക്കക്കാരോട് പറയുന്നത് സാത്താൻ എൻ്റെ യാത്രയെ മുടക്കിയെന്ന്. അപ്പോൾ തെസ്സലോനിക്കക്കാരുടെ കാര്യം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ പറഞ്ഞതാണ്, സാത്താനും ചിലപ്പോൾ വഴി മുടക്കുന്നവനാണ്. പ്രാർത്ഥിക്കണം. അതിനാണ് നമ്മൾ യാത്രകൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് മിഷണറി ടീമുകളൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ ഒരു കാരണം അതാണ്. എന്നാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹിൻഡറൻസ് എന്ന് ഞാൻ ചിന്തിക്കുന്നത്, പൗലോസിന് അൺഫിനിഷ്ഡ് വർക്കുണ്ടായിരുന്നു. അത് പൂർത്തീകരിച്ച ശേഷമാണ് ഹി വോണ്ട്സ് ടു മൂവ്. എന്നിട്ട് മറ്റൊരു കാര്യം, അവിടെ ഫലം ഉണ്ടാകേണ്ടതിന്, നിങ്ങളുടെ ഇടയിൽ എനിക്ക് ഫലമുണ്ടാകണം. ഇതാണ് വാസ്തവത്തിൽ മൂന്നാമത്തെ കാരണം പോള് അവിടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ ഒന്നാമത്തെ കാരണം? സ്ഥിരീകരണത്തിന് വേണ്ടി, അവരെ ഒന്ന് ബലപ്പെടുത്താൻ. 2, ഞാൻ ബലപ്പെടണം. 3, നിങ്ങളുടെ ഇടയിൽ ഫലം ഉണ്ടാകണം. ആ ഫലം ആത്മാക്കളുടെ രക്ഷയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
അവിടെ ഫലം എന്നുള്ളതിന് ഹാർവെസ്റ്റ് എന്ന വാക്കും ചില തർജ്ജിമകളിലുണ്ട്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 37-38 വാക്യം, യോഹന്നാൻ 4:35 മുതൽ 38 വരെയുള്ള വാക്യം. ഇവിടെയെല്ലാം കർത്താവായ യേശുക്രിസ്തു തന്നെ ഹാർവെസ്റ്റ്, കൊയ്ത്ത് എന്നുള്ളത് ഒരു മെറ്റഫോറായി ആളുകളെ ദൈവരാജ്യത്തിലേക്ക് ഗ്യാദർ ചെയ്യുന്നതിനെക്കുറിച്ച് എഴുതുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ പൗലോസിന് അവിടെ ഒരു കൊയ്ത്ത് പൗലോസ് ആഗ്രഹിച്ചു. ആളുകളുടെ വിടുതൽ ആഗ്രഹിച്ചു. ഇവരെ സ്ഥിരീകരിക്കുന്നതോടൊപ്പം തന്നെ അവിശ്വാസികളായുള്ളവരോട് സുവിശേഷം പറഞ്ഞ് അവരെ കൂടെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുന്ന ഫലം പോൾ കണ്ടോ കാൽക്കുലേറ്റ് ചെയ്തത്. നോട്ട് ജസ്റ്റ് ഐ ഗോ ദെയർ ആൻഡ് പ്രീച്ച് ആൻഡ് ടീച്ച് ആൻഡ് കം ബാക്ക്. No, the fruit must be there. നമ്മളൊരു പാട്ട് പാടിയൊരു പ്രസംഗം അല്ലെങ്കിൽ ഒരു രാജ്യം സന്ദർശിച്ചു, ചിലർ സഭയിൽ കടന്നു വന്നു, ചിലർ സൗഖ്യമായി. ദാറ്റ്സ് ദ ഫ്രൂട്ട്. 14-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യം, ശ്രദ്ധിച്ചു നോക്കുക. യവനന്മാർക്കും ബർബറന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. ദിസ് ഇസ് ദ പേഴ്സൺ ഗോഡ് യൂസസ്. പൗലോസ് എപ്പോഴും ചിന്തിക്കുക അദ്ദേഹം കടത്തിലാണെന്ന്. അതാണ് തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം, 2 തരത്തിൽ കടക്കാരനാകാം. ഒന്ന്, ഞാനൊരു വണ്ടി മേടിച്ചു, ഒരു ബാങ്കിൽ ലോണിന് അപ്ലൈ ചെയ്തു, 10 lakh ബാങ്കിൽ നിന്നെടുത്തു. ബാങ്കിന് ഞാൻ കടക്കാരനാണ്, ഞാൻ ഇത് തിരിച്ചടച്ചേ ഒക്കൂ. ആ അർത്ഥത്തിലല്ല പോൾ കടക്കാരനായിരിക്കുന്നത്. വേറൊരർത്ഥത്തിൽ കടക്കാരനാകാം. അതെങ്ങനെയാണ്? സജി മാമൻ സാറ് 5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് പറയുന്നു, സണ്ണി പാസ്റ്ററെ ഏൽപ്പിച്ചേക്കണേ. പാസ്റ്റർ അങ്ങോട്ടല്ലേ പോകുന്നത്, സണ്ണി പാസ്റ്ററെ ഏൽപ്പിച്ചേക്കണേ. ആയിക്കോട്ടെ. ഞാനത് വാങ്ങി, ഞാൻ 2 കൂട്ടർക്കും കടക്കാരനാണ്. സജി മാമൻ്റെ പണമായി എൻ്റെ കയ്യിലുണ്ട്, എത്തിക്കേണ്ടത് സണ്ണി പാസ്റ്ററുടെ അടുത്താണ്. ഐ ആം എ ഡെറ്റർ. ഈ അർത്ഥത്തിലാണ് പോൾ ഡെറ്റർ. അതെന്താണ്? ഫരീസയനായി ഈ മാർഗത്തെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരുണാസമ്പന്നനായ ദൈവം തന്നെ സന്ദർശിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷം തനിക്ക് മനസ്സിലായി, രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നു. തനിക്ക് ഈ സുവിശേഷം സൗജന്യമായി അനുഭവിക്കാൻ ദൈവം കൊടുത്തു. എന്നിട്ട് തന്നെ നിയോഗിച്ചു, നീ ജാതികൾക്ക് അപ്പോസ്തലനാണ്, നീ പോയി കൊടുക്കണം. പോൾ പറയാ, എനിക്കുറക്കോ ഉച്ചക്ക് ഉറക്കവും വിശ്രമവും തീറ്റിയുമല്ല. ഐ ആം എ ഡെറ്റർ. ഉറക്കത്തിലും ഊണിലും ഞാൻ കടക്കാരൻ. ആർക്ക്? യവനന്മാർക്ക് കടക്കാരൻ, ബർബറിന് കടക്കാരൻ, ജ്ഞാനികൾക്ക് കടക്കാരൻ. അവർക്കൊന്നും മനസ്സിലാകത്തില്ല, ജ്ഞാനമില്ലാത്തവരാണ് ഭോഷന്മാർ. അത് ആർക്കൊന്നും മനസ്സിലാകത്തില്ല ബ്രദറെ. അവിടെ നമ്മൾ ചുമ്മാ ഇങ്ങനെ കൈയിട്ട് ആരാധിപ്പിച്ച് വിടുതൽ മതി. പോൾ പറയുന്നു, ജ്ഞാനമില്ലാത്തവർക്ക് ഞാൻ കടക്കാരൻ. കാരണം എനിക്കിത് സൗജന്യമായി തന്നു, എനിക്കിത് സൗജന്യമായി കൊടുക്കണം. ഐ ആം എ ഡെറ്റർ. ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് ദൈവസഭയിൽ എത്രയോ പേർ വഴിതെറ്റിപ്പോയി നിങ്ങളെന്നറിയാമോ? സ്വർഗത്തിൽ പോകാനിരിക്കുകയാണ് ആളുകൾ. ശരിക്കും നിങ്ങൾ സുവിശേഷം നിങ്ങളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അധമപാതാളത്തിൽ പോകേണ്ട എന്നെയും നിങ്ങളെയും പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് ദൈവം കോരിയെടുത്ത് മാർവോടനച്ച സ്നേഹം വ്യക്തിപരമായി രുചിച്ചിട്ടുണ്ടെങ്കിൽ നാം കടക്കാരാണ്. നാം കടക്കാരാണ്. നാം കടക്കാരാണ്. കാണുന്നവരോടെല്ലാം നാം കടക്കാരാണ്. ഒരു വാഹനത്തിൽ കയറിയാൽ കടക്കാരനാണ്. അതെന്താ? എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവരോട് പറയാൻ. അതല്ലേ ഗ്രേറ്റ് കമ്മീഷൻ. Go into all the world and preach the gospel.
ഞാനൊരു അപ്പോസ്തലനല്ല, പക്ഷെ ഗ്രേറ്റ് കമ്മീഷൻ എനിക്കുള്ളതാ. ഗ്രേറ്റ് കമ്മീഷൻ ഈ സഭയ്ക്കുള്ളതാ. ഞാൻ കടക്കാരൻ. ഇതാണ് പോളിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഏഷ്യ മൈനർ മുഴുവൻ ഇനി ഇവിടെ സ്ഥലമില്ലെന്ന് ശുശ്രൂഷിക്കാൻ. നമ്മളാണ് ഈ ലേഖനം പഠിക്കുന്നത്. 1 മണിക്ക് നിൽക്കുമോ? അല്ല, കാണാം. എന്നിട്ട് വേണം എനിക്ക് പോയി പിള്ളേരെ ഒന്ന് ഉറക്കാൻ. നമുക്ക് കടക്കാരൻ എന്താണെന്ന് പറഞ്ഞാൽ തിരിയില്ല. എനിക്ക് സംശയമുണ്ട് എല്ലാവരും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോയെന്ന് തന്നെ. കാരണം നമ്മൾ ഈ ജനിച്ച ഇടങ്ങളും ജനിപ്പിച്ചവരും ഒക്കെ ഉണ്ട്. പ്രവാചകന്മാർ ജനിപ്പിച്ചവരുണ്ട്. എന്താ, നീ അവിടുന്ന് ഈ കവയിലോട്ട് വന്നാൽ മകനെ നീ ഒരു വലിയ പുള്ളിയാകും. അത് പുള്ളി പോലെയുള്ള പുള്ളികൾ. ഇതൊക്കെ കേട്ട് വന്നവൻ ഇത് വല്ലതും മനസ്സിലാകും. എത്ര എണ്ണം കുഴഞ്ഞിട്ടുണ്ടെന്നറിയാമോ ഈ പ്രവചനം കേട്ട് നടന്നത്? എൻ്റെ പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ പ്രവാചകരുണ്ട്. അതെന്താണെന്ന് നാം പഠിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. എന്തൊരു കഷ്ടമായത്. പ്രൈസ് ദി ലോർഡ്. ആളുകളോട് ഇനി തുറന്ന കാര്യങ്ങൾ പറഞ്ഞു നോക്കൂ. കാരണം പെന്തിക്കോസ്റ്റിലെ ആളുകൾ മിസ്ഗൈഡഡ് ആണ്. They do not know the truth. Look at the man, look at his zeal, look at his passion. അതെന്താ? He knows that he is a debtor. എന്താ പൗലോസേ, ആരോടെങ്കിലും എന്തെങ്കിലും വല്ലോ മേടിച്ചാന്നോ? നോ. ഓ, നിത്യജീവൻ കിട്ടാൻ ഇതൊക്കെ ചെയ്തേ ഒക്കത്തുള്ളായിരിക്കുമല്ലോ? അല്ല, നിത്യജീവൻ എനിക്ക് സൗജന്യമായി കിട്ടിയതാ. പക്ഷെ ഇത് സൗജന്യമായി എനിക്ക് തന്ന ദൈവത്തിന് ഞാൻ കടക്കാരൻ. ഇതുകൊണ്ട് ഏൽപ്പിക്കാൻ പറഞ്ഞ ജനത്തിന് ഞാൻ കടക്കാരൻ. നമ്മുടെ അകത്തിരുന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഈ ദിവസം ഇത് പരിവർത്തിക്കട്ടെ. നമ്മുടെ അകത്ത് ചലഞ്ച് ഉണ്ടാകണം. നമുക്കെങ്ങനെ ഉറങ്ങാനൊക്കും? നമുക്കെങ്ങനെ തമാശ കളിക്കാനൊക്കും? നമുക്കെങ്ങനെ സമയം വേസ്റ്റ് ചെയ്യാനൊക്കും? ഒന്നിനും സമയമില്ല, ഒന്നിനും സമയം. നാളെ ഫ്ലൈറ്റ് ഉണ്ട്, സമയത്ത് പോകത്തില്ലയോ? അല്ല, അത് പോയോക്കല്ല, വിമാനം നിൽക്കത്തില്ലല്ലോ. ചെറുക്കൻ്റെയും പെണ്ണിൻ്റെ കല്യാണം വന്ന സമയത്ത് കാര്യമൊക്കെ അറിയില്ല. അല്ല, അതൊക്കും, അല്ലേ പിന്നെ ഒക്കത്തില്ലല്ലോ. അപ്പം പിന്നെ ഒക്കുന്നത് എന്തുവാ? കർത്താവ് എല്ലാം അറിയുന്നല്ലോ. കർത്താവിൻ്റെ കാര്യം ഒന്ന് മാറ്റിവെക്കാം. ഡോണ്ട് ഫൂൾ യുവർ സെൽഫ്. ഡോണ്ട് ഫൂൾ യുവർ സെൽഫ്. ഈ സഭയെ വന്ന് നരകത്തിൽ പോകരുത്. ഈ ചർച്ച് വന്ന് സ്വയം വഞ്ചനയിലാകരുത്. ഞാനിത് എല്ലാ ആഴ്ചകളിലും വർഷങ്ങളായിട്ട് പറയുകയാണ്. പ്രവാചകൻ പറയുന്നതല്ല നീ കേൾക്കണം. നിൻ്റെ അകത്ത് ഈ തിടുക്കമുണ്ടോ? ഞാനൊരു കാര്യം പറയാം. സുവിശേഷത്തിന് വേണ്ടി അകം തിളയ്ക്കുന്നുണ്ടെങ്കിൽ അത് ദൈവാത്മാവ് തിളപ്പിക്കുകയാണ്, അത് പരിശുദ്ധാത്മാവ് തിളപ്പിക്കുകയാണ്. നിന്റെ അകത്ത് ആളുകളോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയണമെന്ന് അകത്ത് ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ that is the power of the Holy Spirit. Praise the Lord. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് ഇന്നെന്തോ സാമ്പാറാണോ അവിയലാണോ പോളനില്ല. സാമ്പാറോ അവിയലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കുക, അതല്ല പറയുന്നത്. ഐ എം ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ഹൗ പീപ്പിൾ വേസ്റ്റ് their one life on earth because they are not gripped with the calling of Christ. മറന്നു പോകരുത് കേട്ടോ. സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി തീരാൻ ഇറങ്ങി വന്ന യേശു, God had only one son and he gave his son for you and for me. തിരിച്ചെന്തോ കൊടുക്കാൻ കഴിയും? You can give yourself to Christ. 14-ാം വാക്യം മോളൊന്ന് വായിക്കണം. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും. യവനായ ആളുകൾ ബുദ്ധിയുള്ളവർ, ബർബരന്മാർ ബുദ്ധിയില്ലാത്തവർ. അത് പാരലലായിട്ട് ചിന്തിക്കുന്നതിലും തെറ്റില്ല. ഓക്കെ. ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. ഞാൻ കടക്കാരനാകുന്നു. ഐ ആം എ ഡെറ്റർ. എന്നിട്ട് അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. കണ്ടോ? ബിക്കോസ് ഐ ആം എ ഡെറ്റർ ടു യു. എൻ്റെ പ്രിയമുള്ളവരെ, ഏറെ ലഭിച്ചവനോട് ഏറെ, അത് ഇന്ന് പകൽ ഏറ്റുപറ, ഏറെ ലഭിച്ചവനോട് ഏറെ. എല്ലാ ഞായറാഴ്ചയും കിഴവിക്കഥയല്ല, ദൈവത്തിൻ്റെ വചനം.
എല്ലാ വെള്ളിയാഴ്ചയും ക്രമീകൃതമായി ദൈവത്തിൻ്റെ വചനം, എല്ലാ കോട്ടേജ് മീറ്റിങ്ങിലും ദൈവത്തിൻ്റെ വചനം. ഇത് എന്നെ ഫീൽഡിൽ ഇറക്കുന്നില്ലെങ്കിൽ ഈ സൗജന്യമായി മൃഷ്ടാന ഭോജനം ഏറെ ലഭിച്ചു, ഏറെ ചോദിക്കുമെന്നുള്ളത് എഴുതിയിട്ടോ നിങ്ങളുടെ ഡയറിയിൽ. അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണണം. ഐ വിൽ ലുക്ക് അറ്റ് യു. വീടും തൂത്തോണ്ടിരിക്കും. ഞാൻ സ്വർഗത്തിൽ പോവാ, ആ ഗ്ലാസ് കൂടെ അങ്ങ് തൂത്തേരും. ഞാൻ സ്വർഗത്തിൽ പോവാ. റിയലി? യു ആർ ഓൺ യുവർ വേ ടു ഹെവൻ ആൻഡ് യു ആർ നോട്ട് സീസ്ഡ്, captured by this fire, by this passion. This is the man going to heaven. This is the man who enjoyed the free gift of salvation. This is the man who was captured by the Lord. ഇദ്ദേഹം പോയ സ്വർഗത്തിലേക്കാണോ നമ്മൾ പോകുന്നത്? നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ കണ്ണ് ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒന്നും ചെയ്യണ്ട. കർത്താവിനോട് നമ്മൾ ഒരു സ്വയം വഞ്ചന ഈ കാര്യത്തിലും വേണ്ട. ദൈവത്തോടൊന്ന് പ്രാർത്ഥിര്, കർത്താവേ ഈ ഒരു എരിവൻ്റെ അകത്ത് തരണേ. പരിശുദ്ധാത്മാവിന് മാത്രമേ അത് തരാൻ കഴിയൂ. ഞാൻ എല്ലാവർക്കും കടക്കാരനെന്ന ബോധ്യം എനിക്ക് തരണമേ. സൗജന്യമായി എനിക്ക് സുവിശേഷം കിട്ടി, വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകാൻ ഇരിക്കുന്ന എനിക്ക് പൗലോസിൻ്റെ കൂട്ടൊരു എരിവെനിക്ക് തരണമേ. കാണുന്നവരോട് ഞാൻ കടക്കാരനാണ്, ഞാൻ അനുഭവിച്ച യേശുവിനെ പറയാൻ ഉള്ള ഒരു കൃപ എൻ്റെ മേൽ തരണമേ. അത് പ്രാർത്ഥിക്കാൻ കഴിയുമോ? എല്ലാ കണ്ണും അടയട്ടെ, എല്ലാ കണ്ണും അടയട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിര്. വേറെ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിര്. ഞാൻ കടക്കാരൻ. ഞാൻ എല്ലാവരോടും പറയും, എൻ്റെ വീട്ടിലുള്ളവരോട് പറയും, എൻ്റെ അയൽവക്കത്തുള്ളവരോട് പറയും, എന്നെ ദൈവം അയക്കുന്ന എല്ലാ ഇടത്തും ഞാൻ പറയും, ഞാൻ കടക്കാരൻ. അവർ ജ്ഞാനികളാകട്ടെ, ബർബറന്മാരാകട്ടെ, ജ്ഞാനമില്ലാത്തവരാകട്ടെ, വിദ്യാസമ്പന്നരാകട്ടെ, വിദ്യാഹീനരാകട്ടെ, കുലശ്രേഷ്ഠതയുള്ളവരാകട്ടെ, താണവർഗത്തിൽപ്പെട്ടവരാകട്ടെ, ആരുമാകട്ടെ, I will pass on the message of Jesus Christ. ഇന്ന് പകൽ നിന്നെ അത് ഗ്രിപ്പ് ചെയ്യട്ടെ. നീ പറയുന്ന ഭംഗി വാക്കിലല്ല, പ്രാസത്തിലല്ല, നിന്റെ മിടുക്കിലല്ല കാര്യമിരിക്കുന്നത്. നിന്റെ വായൊന്ന് സമർപ്പിക്കപ്പെടുവാൻ, നിന്റെ കൈയൊന്ന് സമർപ്പിക്കപ്പെടുവാൻ ഇന്ന് പകലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? വന്നുപോയ പരാജയത്തെ തിരിച്ചറിഞ്ഞ്, ആ വലിയ പാപം തിരിച്ചറിഞ്ഞ് ദൈവത്തോടൊന്ന് അനുതപിക്കാൻ കഴിയുമോ? Praise the Lord. Praise the Lord.